ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്കറിയാം ഇഗ്നോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, ബുക്സ് കിട്ടുന്നു, സ്വന്തം പഠിക്കുന്നു, അസൈൻമെൻറ്റ് എഴുതുന്നു, എക്സാം എഴുതുന്നു. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. ആരും നമ്മളെ പഠിപ്പിച്ച് തരാനൊന്നും ഉണ്ടാവില്ല. സ്റ്റഡി സെൻറ്ററിലൊക്കെ ചിലപ്പോഴേ ക്ലാസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ക്ലാസ് തന്നെ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ സ്വന്തം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആരുടെയും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരുപാട് അക്കാദമീസ് ഉണ്ട് ഇഗ്നോയുടെ ട്യൂഷൻസ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്നുള്ളത്. അവർ ഒരു വർഷത്തേക്ക് 8,000, 10,000, 15,000, 20,000 ഈ ഒരു റേഞ്ചിലാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അഡ്മിഷനൊക്കെ ഫീ അടച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിന് പുറമേയിട്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ട്യൂഷൻ ഫീ കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത്രയും അഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റി ക്ലാസ്സുകളാണ് എഡ്യൂഫിക്സും ഇഗ്നോലറ്റ്സും കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒട്ടുമിക്ക സബ്ജക്റ്റിനും 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ഒരു മാസത്തെ ഫീസ് അല്ല കേട്ടോ. ഒരു സബ്ജക്റ്റ്, അതായത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു കോഴ്സ്, ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്ന ഫീസാണ് 500. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ 8 സബ്ജക്റ്റ് ആണെങ്കിൽ 8 × 500 4,000 രൂപ പേ ചെയ്താൽ മതി. എല്ലാത്തിനും ജോയിൻ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റിന് മാത്രം ജോയിൻ ചെയ്താൽ മതി. ക്ലാസ്സുകൾ മാത്രമല്ല, നമ്മൾ റിവിഷൻ ക്ലാസ്സും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും പിന്നെ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ട് അയച്ചു തരിക, യൂണിവേഴ്സിറ്റി ഡൗട്ട് ചോദിക്കുക, അതുപോലെ അസൈൻമെൻറ്റ് സപ്പോർട്ട് വരെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഗ്നോയ്ക്കകത്ത് 350 പ്രോഗ്രാം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ പ്രോഗ്രാമിനും ക്ലാസ് കൊടുക്കുന്നത് പോസിബിൾ അല്ല. കാരണം ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കുന്ന പ്രോഗ്രാമിന് മാത്രമേ നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഫിനാൻഷ്യലി അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ക്ലാസ് നമ്മൾ കൊടുക്കുന്നതിന് അതിനകത്ത് 1-2 പിള്ളേരാണ് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്കത് ഫിനാൻഷ്യലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കുന്ന പ്രോഗ്രാമിന് മാത്രമേ ഒരു ക്ലാസ് നൽകുന്നുള്ളൂ. ഇപ്പോൾ UG പ്രോഗ്രാം ആയിട്ടുള്ള BCom, അത് ന്യൂ സിലബസും ഓൾഡ് സിലബസിനും ക്ലാസ് കൊടുക്കുന്നുണ്ട്. BBA റീറ്റെയിലിങ്ങിനുണ്ട്, BBA ജനറലുണ്ട്, അതുപോലെ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA സൈക്കോളജി, BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി എന്നീ UG പ്രോഗ്രാമിനാണ് നമ്മളിവിടെ ക്ലാസ് നൽകുന്നത്. അതുപോലെ ഒരുപാട് BA പ്രോഗ്രാം വേറെയുണ്ട്. അതിലൊക്കെ നമ്മൾ ചില ഇലക്ടീവ് സബ്ജക്റ്റ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ UG പ്രോഗ്രാമിന് ഏത് സബ്ജക്റ്റ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇത് ഒരു മാസത്തേക്കുള്ള ഫീ അല്ല, ഒരു വർഷത്തേക്ക് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിപ്പിച്ചു തരാൻ നമ്മൾ വാങ്ങുന്ന ചാർജാണ്. അപ്പോൾ നിങ്ങൾക്ക് 8 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 8 × 500 4,000 രൂപ പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തെ ക്ലാസ് വെറും 4,000 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1-2 ക്ലാസ്, അതായത് ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റിന് മാത്രം ജോയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ UG പ്രോഗ്രാമിന് ഏത് സബ്ജക്റ്റിനാണെങ്കിലും 500 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇനി PGയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ PGയിൽ നമ്മൾ 3 പ്രോഗ്രാമിനാണ് ക്ലാസ് നൽകുന്നത്: MBA, MA ഇംഗ്ലീഷ്, MCom. ഓക്കെ, ഇതിൽ ഒട്ടുമിക്ക സബ്ജക്റ്റ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. 700 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. ഒരു സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് പഠിപ്പിച്ചിടാൻ വേണ്ടിയിട്ട് 700 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെയും പറയുന്നുണ്ട്, ഒരു മാസത്തെ ചാർജ് അല്ല, ഒരു വർഷത്തേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ക്ലാസ് മാത്രമല്ല, എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നമുക്ക് എഡ്യൂഫിക്സിനകത്ത് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 ടൈപ്പാണ്. ഒന്ന് റെക്കോർഡഡ് ക്ലാസ്സും പിന്നെ ലൈവ് ക്ലാസ്സും. ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ സൂം മീറ്റിംഗ് വഴിയാണ് നടക്കുന്നത്. വൈകിട്ട് 6 മണി തൊട്ടിട്ട് രാത്രി 10 മണി വരെയുടെ ഇടയിലായിരിക്കും ടൈം ടേബിൾ ഉണ്ടാവുക. അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യും, പിറ്റേ ദിവസം റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ലൈവ് ആണെങ്കിലും റെക്കോർഡ് ആണെങ്കിലും സെയിം ഫീസ് തന്നെയാണ്. 500 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് BCom F, അതായത് ന്യൂ സിലബസ് ആണ് BComൻ്റെ. അതിൻ്റെ ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ നിലവിൽ ക്ലാസ് നൽകുന്നുണ്ട്. ക്ലാസ് മോഡും കാര്യങ്ങളും പറയുന്നുണ്ട്. ഫീസും നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും. പിന്നെ ഉള്ളത് BCom G, ഓൾഡ് സിലബസ് ആണ്. അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെയും എല്ലാ സബ്ജക്റ്റും നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട്. ഇനി BBAയുടെ കേസ് നോക്കുകയാണെങ്കിൽ BBA 2 ടൈപ്പാണുള്ളത്. ഒന്ന് BBA ജനറൽ, അതിൻ്റെ ഇത്രയും സബ്ജക്റ്റാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത്. ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് ആണ് കേട്ടോ. BBA റീറ്റെയിലിങ്ങിൻ്റെ ഇത്രയും സബ്ജക്റ്റാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ BA ഇംഗ്ലീഷ് ആണ്. BA ഇംഗ്ലീഷിന് നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ സബ്ജക്റ്റും ക്ലാസ് നൽകുന്നുണ്ട്. സെക്കൻഡ് ഇയറിൻ്റെ സബ്ജക്റ്റ്, അതായത് സെക്കൻഡ് ഇയർ ഫുള്ളില്ല, തേർഡ് സെമ്മ് വരെ ഉള്ളൂ കേട്ടോ, ഫോർത്ത് സെമ്മിന് കൊടുക്കുന്നില്ല. അപ്പോൾ BA ഇംഗ്ലീഷ് നമ്മൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും അതുപോലെ തേർഡ് സെമ്മ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സബ്ജക്റ്റിന് മാത്രമാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുള്ളൂ. ഓക്കെ, ഇലക്റ്റീവ് സബ്ജക്റ്റും താഴെ കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരും പല ഇലക്റ്റീവ്സ് ആയിട്ടും എടുത്തിട്ടുണ്ടാവുക. അതായത് നിങ്ങളുടെ ഫ്രണ്ട് എടുത്ത് അതേ ഇലക്റ്റീവ് തന്നെ ആവണമെന്നില്ല നിങ്ങൾ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ പോർട്ടലിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ ഉള്ളത് അത് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, പഠിക്കാനുള്ളൂ. അതായത് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ പോർട്ടലിൽ നമുക്ക് കിട്ടും, ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും, അല്ലെങ്കിൽ കൺഫർമേഷൻ മെയിൽ വന്നതിലുണ്ടാവും ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ സബ്ജക്റ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, അതിൻ്റെ മാത്രം അസൈൻമെൻറ്റ് വെച്ചാൽ മതി, അതിൻ്റെ മാത്രം എക്സാം എഴുതിയാൽ മതി. സോ അതിൻ്റെ മാത്രം ക്ലാസ്സിന് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇലക്റ്റീവ് മാത്രം ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ BA ഇംഗ്ലീഷ് നമ്മൾ തേർഡ് സെം വരെ കൊടുക്കുന്നുണ്ട്. ഇനി BA സോഷ്യോളജി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ഒട്ടുമിക്ക സബ്ജക്റ്റും കൊടുക്കുന്നുണ്ട്. ഇലക്റ്റീവ് കുറച്ചെണ്ണത്തിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ തേർഡ് സെമ്മിൻ്റെ ഒരുവിധം നമ്മൾ സബ്ജക്റ്റിനെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ BA സൈക്കോളജി അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മിനും നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഓക്കെ. പിന്നെ കൊടുക്കുന്ന BA പ്രോഗ്രാമാണ് BA എക്കണോമിക്സ്. BA എക്കണോമിക്സും അങ്ങനെ തന്നെയാണ്. തേർഡ് സെമ്മ് വരെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത്തവണ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് BA ഹിസ്റ്ററി. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിന് മാത്രമാണ് ആദ്യം ക്ലാസ്സുകൾ നൽകുന്നത്. ഇനി സെക്കൻഡ് സെമ്മിലോട്ടൊക്കെ കുട്ടികൾ ക്ലാസ്സുകൾ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മൊക്കെ ക്ലാസ് നൽകുന്നതായിരിക്കും. നിലവിൽ നമ്മൾ BA ഹിസ്റ്ററിക്ക് ഫസ്റ്റ് സെമ്മ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് PG പ്രോഗ്രാമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MBAയിൽ നമ്മൾ ഫസ്റ്റ് സെമ്മിനും സെക്കൻഡ് സെമ്മിനും അതായത് MMPC 1 തൊട്ടിട്ട് MMPC 14 വരെയുള്ള 14 സബ്ജക്റ്റ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഓക്കെ. ക്ലാസ് മോഡ് നടുവിൽ കാണാം. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് എന്ന് കാണും. ഓക്കെ. UGക്ക് 500 രൂപയാണെങ്കിൽ PGക്ക് 700 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ കൊടുക്കുന്നതാണ് MA ഇംഗ്ലീഷ്. MA ഇംഗ്ലീഷിൽ ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, കുറേ മൊഡ്യൂളായിട്ട്. അതായത് നമ്മൾ 2 മൊഡ്യൂളിലുള്ള സബ്ജക്ട്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഏത് സബ്ജക്റ്റൊക്കെ ആണെന്നുള്ളത് വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മാത്രമാണ് നമ്മളുടെ ക്ലാസ്സുകൾ നൽകുന്നുള്ളൂ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ MCOM ഫസ്റ്റ് ഇയറിലുള്ള ഇത്രയും സബ്ജക്റ്റ്, അതായത് ഫസ്റ്റ് സെമ്മിലെ എല്ലാ സബ്ജക്റ്റും സെക്കൻഡ് സെമ്മിലെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് സെംസിൽ പ്രോജക്റ്റ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റയറാണ്. നമ്മളെന്തായാലും ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് പ്രോഗ്രാമിനാണോ ക്ലാസ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക, ഡെമോ ക്ലാസ്സിൻ്റെ ലിങ്ക്, പിന്നെ നമ്മുടെ ബാക്കി ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിനകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയൊക്കെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഞാനോ ഇഗ്നോലോട്സോ ഒരിക്കലും നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജസോ കാര്യങ്ങളൊന്നും അറിയിക്കില്ല. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയായിരിക്കും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ലിങ്കിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട്. എഡ്യൂഫിക്സിൻ്റെ നമ്പറാണ്. നിങ്ങൾ അതിനകത്ത് പോയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതായിരിക്കും. പല ആൾക്കാർക്കും ലിങ്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വാട്സപ്പ് നമ്പർ കൂടി ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ലിങ്കിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലിങ്കിനകത്ത് ജോയിൻ ചെയ്യുക. പറ്റാത്തവരാണെങ്കിൽ ആ നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഓക്കെ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് പറയുന്നതാണ്. ഓക്കെ. ബൈ.